നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. ഇറാൻ തകർന്ന തരിപ്പണമായോ എന്ന ചോദ്യത്തിന് മാനസികമായി തകർന്ന തരിപ്പണമായി എന്ന് വേണം പറയാൻ. കാരണം അതിനൊറ്റൊരു ആക്രമണം നടന്നിരിക്കുകയാണ്. ഇറാന്റെ തന്ത്രപ്രധാനമായ ബദർ അബ്ബാസ് തുറമുഖത്തുണ്ടായ വൻ സ്ഫോടനത്തിൽ മരണസംഖ്യ 14 ഉയർന്നിരിക്കുകയാണ്. സ്ഫോടനത്തിൽ 750ഓളം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. തുറമുഖത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ ഇറാൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബദർ അബ്ബാസ് തുറമുഖത്തിന്റെ ഷഹദീദ് രജിയ ഭാഗത്താണ് വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. കണ്ടെയ്നർ ചരക്കു നീക്കത്തിനുള്ള ഇറാനിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ഇത്. സംഭവത്തിൽ ഇറാൻ പ്രസിഡന്റാണ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സ്ഫോടനത്തിന് ശേഷം തുടരുന്ന തീ കൂടുതൽ മേഖലയിലേക്ക് പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നും പ്രസിഡന്റ് അറിയിച്ചു. നിരവധി പേരാണ് പരിക്കേറ്റ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിനാൽ തന്നെ മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് ആശങ്ക. സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തവുമല്ല. കണ്ടെയ്നറുകൾക്കുള്ളിൽ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും ഇതാണ് സ്ഫോടനത്തിന് കാരണമായത് എന്നുമാണ് പ്രാഥമിക നിഗമനമെന്ന് ഇറാൻ വക്താവ് ഹൊസൈൻ സഫാരി വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കി. എന്നാൽ യഥാർത്ഥ കാരണം എന്താണ് എന്ന് ഉറപ്പിക്കാനായിട്ടില്ല എന്നും വക്താവ് പറഞ്ഞു. ഇതിനിടെ ഇന്ധന ടാങ്കർ പൊട്ടിത്തെറിച്ചതാകാമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. സ്ഫോടനത്തിന് പിന്നാലെ ബദർ അബ്ബാസ് തുറമുഖത്തിന്റെ പ്രവർത്തനം നിർത്തിവച്ചിട്ടുണ്ട്. സ്ഫോടനത്തിൽ പ്രദേശത്തെ നിരവധി കെട്ടിടങ്ങൾക്കും സാരമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വലിയ ഒരു പ്രദേശം മുഴുവൻ ഗ്ലാസ് ചില്ലുകളും മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളും ചിഹ്നിച്ചിതറി കിടക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പരിക്കേറ്റവരുടെ രക്ഷാപ്രവർത്തനം ഏറെക്കുറെ പൂർത്തിയായതായാണ് വിവരം. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പരിക്കേറ്റവരുടെ എണ്ണം 500 കടക്കുമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ സ്ഥിരീകരിച്ച റിപ്പോർട്ട് പുറത്തുവരുന്നത് 750 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. അതേസമയം അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം പരിക്കേറ്റവരുടെ എണ്ണം 406 ആണ്. പരിക്കേറ്റ 100 കണക്കിന് ആളുകളെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ തീപിടിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്ന വിധം സംബന്ധിച്ച് നേരത്തെ തന്നെ അധികാരികളുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം മുമ്പ് സന്ദർശിച്ചിരുന്നുവെന്നും സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തയ്യാറെടുപ്പുമായി അതിർത്തി ഗ്രാമങ്ങൾ രംഗത്ത് വരികയാണ്. ഇനിയും സമാനമായ സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാതെയാണ് അതിർത്തി ഗ്രാമങ്ങൾ രംഗത്ത് വരുന്നത്. അതേസമയം പ്രദേശത്തെ എണ്ണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല തുറമുഖത്തെ സ്ഫോടനം എന്ന റിപ്പോർട്ട് വ്യക്തമാവുകയാണ്. നാഷണൽ ഇറാനിയൻ ഓയിൽ പ്രൊഡക്ട്സ് ആൻഡ് റിഫൈനിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഇതിലൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഷാഹിദ് രാജായി തുറമുഖത്തെ സ്ഫോടനത്തിനും തീപിടുത്തത്തിനും എണ്ണ കമ്പനികളുമായി യാതൊരുവിധ ബന്ധവുമില്ല. എണ്ണ കമ്പനികൾ മാത്രമല്ല, ശുദ്ധീകരണശാലകൾ, ഇന്ധന ടാങ്കുകൾ, വിതരണ കേന്ദ്രങ്ങൾ, എണ്ണ പൈപ്പ് ലൈനുകൾ എന്നിവയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കമ്പനിയുടെ പ്രസ്താവന പറയുന്നു. എങ്കിൽ പിന്നെ ബോംബുകൾ പൊട്ടിത്തെറിച്ചതാണോ? ഷാഹിദ് രജായി തുറമുഖം പ്രധാനമായും കണ്ടെയ്നർ ഗതാഗതമാണ് കൈകാര്യം ചെയ്യുന്നത്. എണ്ണ ടാങ്കുകളും മറ്റ് പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളുമെല്ലാം ഇവിടെ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. സ്ഫോടനത്തിൽ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകൾ കാണിക്കുന്നുണ്ട്. പരിക്കേറ്റവരെ പരിചരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 2020 മെയ് മാസത്തിൽ ഈ തുറമുഖത്തെ കമ്പ്യൂട്ടർ ശൃംഖലയെ ലക്ഷ്യം വെച്ച് ഒരു വലിയ സൈബർ ആക്രമണം നടന്നിരുന്നു. ഇവിടത്തെ കമ്പ്യൂട്ടർ സിസ്റ്റം തകർക്കപ്പെട്ടതിനാൽ ദിവസങ്ങളോളം കപ്പൽ ഗതാഗതത്തിൽ തടസ്സമുണ്ടായിരുന്നു. ഈ സൈബർ ആക്രമണം ഇസ്രായേൽ നടത്തിയതാണെന്നാണ് ആരോപണം ഉയർന്നത്. ഇസ്രായേൽ നടത്തിയതാണോ എന്ന സംശയമുണ്ട്. കാരണം എല്ലാം അങ്ങനെ പെട്ടെന്ന് മറക്കുകയെന്ന ആൾക്കാരല്ല ഇസ്രായേൽ എന്ന് പറയുന്നത്. മാത്രമല്ല, ആണവായുധവുമായി ബന്ധപ്പെട്ട ചർച്ച സൗദിയിൽ പുനരാരംഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷയും അതുപോലെ തന്നെ നിലനിൽപ്പിന്റെയും കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേൽ തന്നെയാണോ ഈ തീപിടുത്തത്തിന് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്ന സംശയവും കൂടി ഉദിക്കുകയാണ്.